ഹലോ, ഇന്നത്തെ കുട്ടി വീഡിയോ ഞാനിത് ഒരു സ്ഥലം പറയുന്നത് മുമ്പ് ചേച്ചി സർപ്രൈസ് പൊളിച്ചുകൊണ്ട് ഇത് കവറും കൊണ്ടുപോയി. രാമചന്ദ്രൻസിലാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ. നമ്മളിത് പുല്ലുപായ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, 200 സംതിങ് റുപ്പീസ് ആയിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടെ 98 രൂപയ്ക്ക് പുല്ലുവായ ഉണ്ടായിരുന്നു. ഓഫ്ലൈൻ വാങ്ങിയാൽ മതിയായിരുന്നു എന്ന് അപ്പം ഇങ്ങനെ ഒരു കുറ്റബോധം തോന്നി കേട്ടോ. ഞാനത് 1-ാം തീയതിയാണ്, ന്യൂ ഇയറിൻ്റെ അന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇത് കുറച്ചധികം കുർത്തികൾ ഇവിടെ വെറൈറ്റീസ് വന്നിട്ടുള്ളത് കണ്ടപ്പോൾ എനിക്ക് അതിൽ നിന്ന് 2-3 എടുക്കാൻ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാനത് അവിടുത്തെ ഏതൊക്കെ വെറൈറ്റികളുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് സാധനങ്ങൾ എനിക്ക് എക്സ്ട്രാ വാങ്ങേണ്ടതുണ്ടായിരുന്നു. അഫോർഡബിളായിട്ട് ട്രിവാൻഡ്രം ഭാഗത്ത് നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. പക്ഷേ ഏത് സമയത്തും നല്ല തിരക്കായിരിക്കും. അതാണ് ഞാൻ മിക്കപ്പോഴും രാമചന്ദ്രൻസിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാറുള്ളത്. അപ്പോൾ എൻ്റെ കുർത്തീസ് ഞാൻ ഈ പ്രാവശ്യം ഈ രാമചന്ദ്രൻസിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടുത്തെ എല്ലാ കളക്ഷനും നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ 449 രൂപയ്ക്ക് അവിടെ കുർത്തീസ് അവൈലബിൾ ആണ് കേട്ടോ. അതെനിക്ക് തോന്നുന്നു ആ കുർത്തികളാണെന്നുള്ളത്. ഈ കുർത്തിക്ക് സെയിം റേറ്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോഴത്തെ ഒരു മോഡൽ നെക്കല്ല, ഇപ്പോഴത്തെ മോഡൽ നെക്കത് ഈ പിങ്കാണ്. അപ്പോൾ ആ നെക്കിൽ അധികം അവൈലബിൾ അല്ലായിരുന്നു. കുറച്ച് കാലം മുമ്പത്തുള്ള ഒരു നെക്കാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കുർത്തി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഏത് കുർത്തിയാണ് ഇഷ്ടമായത്, ഏത് കളറാണ് നല്ലത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യണം കേട്ടോ ഇപ്രാവശ്യം വീഡിയോയ്ക്ക്. അപ്പോൾ ഞാൻ ട്രയൽ റൂമിൽ ആദ്യമായിട്ടാണ് രാമചന്ദ്രൻസിൻ്റെ ട്രയൽ റൂമിൽ കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഇടുങ്ങിയതായത് കാരണം വീഡിയോസ് എടുക്കാൻ കുറച്ചൊരു പരിമിതികളുണ്ടായിരുന്നു. പിന്നെ നമ്മളെ സൈസ് ഞാൻ എടുക്കുന്നത് സ്മോളാണ്. അപ്പോൾ സ്മോൾ സൈസിൽ നിന്നും ഞാൻ എടുക്കുമ്പോൾ ലാർജാണ് ഞാൻ ട്രയൽ ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനെക്കാട്ടിയും ഒരു പോയിൻറ്റും കൂടെ കൂടുതൽ എടുക്കണം കേട്ടോ. എക്സ്ട്രാ ലാർജ് എക്സൽ എടുക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹിപ്പ് സൈസിൽ വന്നിട്ട് നമുക്കൊരു പിടുത്തം വരും അല്ലെങ്കിൽ. അതിനുശേഷം ഞാൻ വീട്ടിലോട്ട് ബസ്സൊക്കെ കയറി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഗിഫ്റ്റ് ചെയ്യുക, പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്ക് ഗിഫ്റ്റ് ചെയ്യുക, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ഞാൻ അമ്മയ്ക്ക് ന്യൂ ഇയറിൻ്റെ അന്ന് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അവിടെ വിരട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നെ. നിനക്കിന്ന് പോകേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. ഞാനിന്ന് വേറൊരു കൺട്രിയിലോട്ട് പോവുകയാണ് ചെറിയൊരു പരിപാടിക്ക് വേണ്ടിയിട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇഷ്ടമാവുമോ എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ എൻ്റെ സെൽഫ് ഗിഫ്റ്റിങ് കണ്ടാലും ചിലപ്പോൾ എന്നെ ആട്ടുമായിരിക്കും. അപ്പോൾ അത് അമ്മയ്ക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ള അമ്മയുടെ വോയിസ് വീഡിയോ ഞാൻ ഷോർട്സിലിടാം കേട്ടോ. അതിൻ്റെ ഇടയിലൊരു മെസ്സേജ് വന്നു, സോറി. അങ്ങനെ ഇതാണ് ഞാൻ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എത്ര രൂപയെന്നുള്ളതാണ് ചോദിക്കുന്നത്, ഇത്രയും പൈസ ആയോ ഇതിനെന്നുള്ളത്. പക്ഷെ നമ്മൾ ഓൾറെഡി ഇതുപോലത്തെ ഒരു മെറ്റീരിയൽ നമ്മൾ എക്സ്പോയ്ക്കൊക്കെ പോയപ്പം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അന്നിങ്ങനെ മന്ത് ആയത് കാരണം നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്ത കാരണം എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 1-ാം തീയതി ആയപ്പോൾ പൈസ വന്നതല്ല കേട്ടോ. 1-ാം തീയതി ആയപ്പോൾ പിന്നെ ഞാൻ എന്തായാലും പോകാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഷോപ്പും ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മുടെ ചേർച്ചിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കലണ്ടർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കലണ്ടറും എടുത്തിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യണം. ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് കുർത്തീസാണ് ഇഷ്ടമായത്, എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.